നമസ്കാരം, ടെക് ഗുരു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്രിയേറ്റ് ചെയ്ത EC2 ഇൻസ്റ്റൻസ് എങ്ങനെ PuTTY സോഫ്റ്റ്വെയർ വഴി കണക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ EC2 ഇൻസ്റ്റൻസ് കണക്റ്റ് ചെയ്യാം, എങ്ങനെ മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യാമെന്നൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും വീഡിയോ കാണേണ്ടതാണ്. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു EC2 ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റേറ്റിലാണ്, സ്റ്റാറ്റസ് ചെക്കൊക്കെ ഓക്കെ ആണ്. അപ്പോൾ നേരെ ഇത് PuTTY ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് ക്രോമിൽ PuTTY ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. PuTTY ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ www.putty.org എന്നുള്ള വെബ്സൈറ്റിൽ PuTTY സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ PuTTY സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ SSH പ്രോട്ടോക്കോളോട് റിമോട്ട് സെർവറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ സെർവർ ആക്സസ് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് PuTTY സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുള്ള PuTTY സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതൊരു ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നത്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് PuTTY എന്ന് പറയുന്നത്. നമുക്ക് PuTTY ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പാക്കേജസും അവൈലബിൾ ആയിട്ടുള്ള പാക്കേജസൊക്കെ കാണാൻ പറ്റും. നമ്മളെ സിസ്റ്റം റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. എല്ലാ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് PuTTYയും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എങ്ങനെയാണ് EC2 ഇൻസ്റ്റൻസ് PuTTY വഴി കണക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ EC2 ഇൻസ്റ്റൻസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ EC2 ഇൻസ്റ്റൻസ് ടിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം കണക്റ്റ് എന്നുള്ള ടാബ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം. നമുക്ക് PuTTY സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് പബ്ലിക് IP അഡ്രസ്സ്, യൂസർ നെയിം, പ്രൈവറ്റ് കീ. അപ്പോൾ ഇതിൽ പബ്ലിക് IP അഡ്രസ്സും യൂസർ നെയിമും ഇവിടെ കാണുന്നത് പോലെ EC2 യൂസർ എന്നുള്ളതാണ് യൂസർ നെയിം. ഇപ്പോൾ പ്രൈവറ്റ് കീ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് PM ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ആ PM ഫോർമാറ്റിലുള്ള പ്രൈവറ്റ് കീ നമുക്ക് PPK ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ PuTTYയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ PPK ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് PuTTY Gen എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. PuTTY ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ PuTTY Gen എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച PM ഫയൽ ഇതിലേക്ക് ബ്രൗസ് ചെയ്ത് ലോഡ് എന്നുള്ള ടാബിലേക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം സേവ് പ്രൈവറ്റ് കീ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് യെസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഏത് പേരിലാണോ PM ഫോർമാറ്റിലുള്ള കീ സേവ് ചെയ്ത് അതേ പേരിൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ടെക് ഒരു കീ എന്നുള്ളൊരു ഇതിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്തത് നമുക്ക് PPK ഫോർമാറ്റിൽ ഇത് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്, അതായത് പബ്ലിക് IP അഡ്രസ്സ്, EC2 യൂസർ, പ്രൈവറ്റ് കീ, PPK ഫോർമാറ്റിൽ ഇതാണ് വേണ്ടത്. അപ്പോൾ PuTTY ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം നൽകേണ്ടത് ഹോസ്റ്റ് നെയിമാണ്. അതായത് ഹോസ്റ്റ് നെയിം അല്ലെ പബ്ലിക് IP അഡ്രസ്സ്. നമുക്കിവിടെ പബ്ലിക് IP അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് IP അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കാണ് ഇവിടെ പോർട്ട് 22 ആണ്, കണക്ഷൻ ടൈപ്പ് SSH എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാം. അടുത്തതായിട്ട് നമ്മൾ ഡാറ്റ എന്നുള്ള ലെഫ്റ്റ് സൈഡിൽ കാറ്റഗറിയിൽ ഡാറ്റ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓട്ടോ ലോഗിൻ യൂസർ നെയിം. യൂസർ നെയിം എന്ന് വെച്ചാൽ നമുക്കിവിടെ നേരത്തെ ഞാൻ പറഞ്ഞു EC2 യൂസർ എന്നുള്ളതാണ് ഓട്ടോ ലോഗിൻ യൂസർ നെയിമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അത് അതേപോലെ തന്നെ ഒന്നെങ്കിൽ അത് കോപ്പി ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം SSH എന്നുള്ള ടാബ് എക്സ്പാൻഡ് ചെയ്ത് അതിൽ ഓത് എന്നുള്ള ടാബ് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്ത് വെച്ച പ്രൈവറ്റ് കീ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രൗസർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പ്രൈവറ്റ് കീ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം.
അതിനുശേഷം ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ടി ഇതിലേക്ക് കണക്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളെ ഇത് പുട്ടിയുടെ കഷയിൽ സേവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ തൽക്കാലം ഒരു തവണ മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കണക്റ്റ് വൺസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, പുട്ടി വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ PPK ഫോർമാറ്റിൽ കീ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പുട്ടിയിലാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ യൂസർ നെയിം EC2 യൂസർ നെയിം എന്നുള്ളൊരു സെർവർ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ലിനക്സ് കമാൻഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് ഒരു സെർവറിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ്സും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് നമുക്ക് എങ്ങനെ ഒരു HTTP ഇൻസ്റ്റാൾ ചെയ്യാം, സർവീസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ റൂട്ടായിട്ട് സ്വിച്ച് ചെയ്തതിന് ശേഷം install httpd എന്നുള്ളൊരു കമാൻഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു HTTPD സർവീസ് ഇൻസ്റ്റാൾ ആവും. ഇത്രയാണ് ഒരു EC2 ഇൻസ്റ്റൻസ് പുട്ടി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ HTTPD സർവീസ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.